തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം റോഡ് നവീകരണം പാതി വഴിയിൽ നിലച്ചത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടങ്ങളിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ വ്യാപാര ഭവൻ മുതൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് മുന്നിലൂടെ കപാലികുളങ്ങര ജംഗ്ഷൻ വരെയുള്ള റോഡ് തകർന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു. റോഡിലെ കുഴിയിൽ വീണ ഇരുചക്ര വാഹനയാത്രികർക്കടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അപകടങ്ങൾ പതിവായതോടെയാണ് PWDയുടെ ആസ്തിയിലുള്ള റോഡ് തീർത്ഥാടക ടൂറിസത്തിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് മാസങ്ങൾക്ക് മുമ്പാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് രാജരാജേശ്വര ക്ഷേത്രം റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ടെൻഡർ നടപടി പൂർത്തീകരിച്ച ശേഷവും റോഡ് പ്രവൃത്തി ആരംഭിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ അശാസ്ത്രീയമായ രീതിയിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ബ്ലാക്ക് മാർക്ക് ഉൾപ്പെടെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തേണ്ട ടീമുകളെ ഉൾപ്പെടുത്തി കലുങ്ക് നിർമ്മാണം, അതുപോലെ തന്നെ റോഡിൻ്റെ പുനർനിർമ്മാണം എന്ന രീതിയിൽ MLAയുടെ ഫണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തടസ്സമായിരിക്കുന്ന രീതിയാണുള്ളത്. പുതിയ കരാറുകാരനെ ചുമതലപ്പെടുത്തിയെന്ന് PWDയുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിലും ആഴ്ചകൾക്കിപ്പുറവും പ്രവൃത്തി പുനരാരംഭിച്ചിട്ടില്ല. റോഡ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി കാൽനടയാത്രക്കാർക്കും വാഹനയാത്രികർക്കും യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.